ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പൂക്കൾ വെച്ച് ഒരു മാജിക്ക് കാണിക്കാൻ പോവാണ് കേട്ടോ. മാജിക്കൊന്നും അല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റാണ്. അതായത് കല്യാണത്തിന് നമ്മൾ കാറൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമല്ലോ, അപ്പോൾ ആ ഒരു അറേഞ്ച്മെൻറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒയാസീസ് ഞാൻ മേടിച്ചതാണ്, അല്ലാതെ നമ്മളിങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒയാസീസ് മേടിച്ച് കട്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിരിക്കും. എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ ഇതൊരെണ്ണം മേടിച്ചതാണ്. പിന്നെ റോസാപ്പൂക്കളെന്ന് പറഞ്ഞാൽ റെഡ് റോസ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ 2 കെട്ട് റോസാപ്പൂക്കൾ എടുത്തിട്ടുണ്ട്. അതായത് 40 റോസാപ്പൂക്കൾ വെച്ചാണ് ഈ ഒരു ബൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ ഒരു കെട്ട് ലീഫുമാണ് മേടിച്ചിരുന്നത്. ഈ ലീഫിൻ്റെ പേരെനിക്കറിയത്തില്ല. ഇങ്ങനെ ഒത്തിരി വളർന്ന് മരം പോലെ വരുന്ന ചെടിയാണ് കേട്ടോ. ഒരു ചെറിയ വെള്ള പൂക്കളൊക്കെയുള്ള ഒരു നല്ല ഒരു ചെടിയിലുള്ള ലീഫാണ് ഇത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്പായിട്ടുള്ള, അതായത് ഇലയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഒത്തിരി ലെങ്തി ആയിട്ടൊന്നും ഇല ആവശ്യമില്ല. ഇതുപോലെ ചെറിയ ഇലകൾ, അതായത് ചെറിയ ബഞ്ച് ഇലകൾ മതി. അപ്പം ഞാനത് ആദ്യം ഒരു ലെയർ ഏറ്റവും താഴെ ഈ ഹാർട്ട് ഷേപ്പിൽ ഇതൊന്ന് കുത്തി കൊടുക്കുകയാണ് ആദ്യമായിട്ട്. നമ്മൾ ഈ ബൊക്കെയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് തോന്നിപ്പിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പും ഇതിലുണ്ടാകാൻ പാടില്ല. ഗ്യാപ്പ് ഉണ്ടായാൽ നമുക്കതിനൊരു രസം തോന്നത്തില്ല, കാണുമ്പോൾ ഒരു ഫിനിഷിങ് തോന്നത്തില്ല. അത് കാരണം ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാതെ വേണം നമ്മൾ ബൊക്കെ ഉണ്ടാക്കാനായിട്ട്. അത് പൂ വെച്ചാലും ശരി, ഇല വെച്ചാലും ശരി, എന്താണെങ്കിലും അത് മുഴുവനായിട്ടും കവർ ചെയ്തിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണുന്നത്. അതുപോലെ ഞാൻ ഈ ഒരു ലെയർ, അതായത് ഈ ഗ്രീൻ ലീഫ് വെച്ചിട്ട് ഇത് മുഴുവനായിട്ട് ഞാനൊന്ന് കുത്തി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷേപ്പ് നോക്കി അത് കുറച്ച് കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കുത്തി കൊടുക്കുകയാണ്. ഇപ്പം മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കൾ വെച്ച് കൊടുക്കാം. പൂക്കളും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് ട്രിം ചെയ്തെടുക്കാവേ. ഇലയൊക്കെ റിമൂവ് ചെയ്ത് പൂക്കൾ ഒരേ അളവിൽ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പൂക്കളുടെ സ്റ്റെം വന്നിട്ട് ഒരേ അളവ്, നമ്മൾ അകത്തോട്ട് എത്ര കുത്തി കൊടുക്കണോ അതിനുള്ള ഗ്യാപ്പ് മാത്രം വിട്ട്, ഒത്തിരി ലെങ്തി ആവരുത്. കാരണം നമ്മൾ ഒത്തിരി കുത്തി കൊടുക്കുമ്പോൾ പിന്നെ അവസാനം നമുക്ക് കുത്താൻ സ്പേസ് ഒന്നും കാണത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാവും. ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ പൂ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു പൂ ഒത്തിരി വലുത്, അതായത് ഒത്തിരി വിരിഞ്ഞ പൂവും അതിനടുത്ത് തീരെ മൊട്ടും, അങ്ങനെ നമ്മൾ ഒരിക്കലും അറേഞ്ച് ചെയ്യാൻ പാടില്ല. മാക്സിമം നമുക്ക് എല്ലാം ഒരേ അളവിനായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ബഞ്ചിനകത്ത് ഇരിക്കുന്ന എങ്ങനെയൊക്കെയാണോ അതനുസരിച്ചേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ ഏറ്റവും വിരിഞ്ഞ ഒരു പൂ ഉണ്ടായിരുന്നു, അത് ഹാർട്ടിൻ്റെ ആ സെൻറ്ററിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഒരുവിധം ഏകദേശം ഒരേ അളവാണ്. അതൊക്കെ കൂടെ ഞാൻ സൈഡ് മുഴുവനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ജിപ്സം പൂക്കളാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പൂവാണ് ഇത്. കാരണം നമ്മൾ ഏതൊരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്താലും എത്ര തന്നെ നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് എത്ര പൂക്കൾ വെച്ചാലും, പക്ഷേ അവസാനം ഉണ്ടല്ലോ ഈ ജിപ്സം ഫ്ലവറിൽ അവിടെ ആയിട്ട് കുറച്ചൊരു ഡെക്കറേഷൻ പോലെ ഇത് അവിടെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ ലെവലേ അങ്ങ് മാറിക്കിട്ടും. ഒത്തിരി സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് തോന്നും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്കറിയത്തില്ല മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പൂവാണ് ഇത്. നേരത്തെയൊക്കെ ഇത് ജിപ്സം ഫ്ലവർ എന്ന് പറയുന്നത് നമ്മൾ ഫില്ലേഴ്സായിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിലും, പക്ഷേ ഇപ്പോഴുണ്ടല്ലോ അത് ഒരു മെയിൻ ഫ്ലവറായിട്ട് തന്നെ ഒത്തിരി പേര് കൺസിഡർ ചെയ്യുകയും ഒത്തിരി ആൾക്കാർ അതിനോട് താല്പര്യം കാണിച്ചിട്ട് ഹാരം, അതായത് കല്യാണത്തിന് ഇടുന്ന ഹാരം, ബൊക്കെ, ഇതൊക്കെ ജിപ്സം മാത്രം വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്യുന്നവരുണ്ട്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ ഫേവറേറ്റ് ഫ്ലവറും കൂടെയല്ലേ, അപ്പോൾ അത് കാണുമ്പോൾ ഒരു പ്രത്യേക തരം സന്തോഷമാണ്. പക്ഷേ ഇത് ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ലെയർ ഒരു ലീഫ് വെച്ചു, രണ്ടാമത്തെ ലെയറിൽ റോസാപ്പൂക്കൾ വെച്ചു, അത് കഴിഞ്ഞിട്ട് ജിപ്സം പൂക്കൾ വെച്ചു, അത് കഴിഞ്ഞിട്ടുള്ള ലെവലിൽ ഞാൻ വീണ്ടും റോസാപ്പൂക്കൾ കറക്റ്റ് ഒരു ഹാർട്ട് ഷേപ്പിൽ വെക്കുകയാണ് കേട്ടോ. ആ ഷേപ്പ് ഒരിക്കലും നമുക്ക് മാറിപ്പോകാൻ പാടില്ല. നമ്മൾ വെക്കുന്ന പൂവ് കൊണ്ട് നമുക്ക് ആ ഷേപ്പ് മനസ്സിലാക്കാൻ കഴിയണം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോകും കേട്ടോ. അപ്പം എനിക്ക് അവസാനം 2-3 പൂക്കളൊന്നും ശരിയായിട്ട് കിട്ടിയിട്ടില്ല. ഈ സൈഡിലൊക്കെ എനിക്ക് വെക്കാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് അവസാനം ഒന്ന് അറേഞ്ച് ചെയ്യാം, ഇച്ചിരി ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് ഞാൻ വീണ്ടും അതിൻ്റെ മിഡിലായിട്ട് ജിപ്സം പൂക്കൾ തന്നെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ പൂക്കൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഓൾറെഡി 2-3 വീഡിയോസ് ഇട്ട് കഴിഞ്ഞു. നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള ഉഷാൻ്റിയുടെ മോൻ്റെ കല്യാണമാണ്. ഇന്നാണ് കല്യാണം, അതായത് രാവിലെയാണ് ഞാൻ ഈ പൂക്കളൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം കാറിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി 10 മണിയാകുമ്പോൾ ഇതെല്ലാം റെഡിയാക്കി കാറിൽ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡിയായി പള്ളിയിൽ പോകാൻ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടെയാണ് ഇവിടെ.
പിന്നെ ഞാൻ ഇങ്ങനത്തെ ആക്രിപ്പണികളൊക്കെ ചെയ്യുന്നത് ഓൾമോസ്റ്റ് എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒത്തിരി പേർക്ക് അറിയാം. പക്ഷേ ആരും എനിക്കധികം ഓർഡർ തരാറില്ല കേട്ടോ. എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം നമുക്കൊരു അവസരം കിട്ടിയാലല്ലേ നമുക്കത് പ്രയോജനപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അവസരം കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കിതൊരു അവസരം തന്ന ഉഷാൻ്റിക്ക് ഞാൻ ഈ അവസരത്തിൽ ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം ഉഷാൻ്റി എന്നെ ഒത്തിരി ട്രസ്റ്റ് ചെയ്തു. എന്നോട് ആദ്യം തന്നെ വന്ന് ചോദിച്ചു, എടി മോളെ നിനക്ക് എന്തൊക്കെ ചെയ്ത് തരാൻ പറ്റും, അത് കഴിഞ്ഞിട്ടേ ഞാൻ വെളിയിൽ ഓർഡർ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഓർഡർ കിട്ടിയത്. അങ്ങനെ എൻ്റെ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അടിയിലൊരു കാർഡ്ബോർഡ് കൊടുത്തിട്ട് അവിടെ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് കൊണ്ട് കാറിൽ ആ ടേപ്പിൻ്റെ ഇത് ഇളക്കി കളഞ്ഞിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിൽ വേറെ ഒരു ഡെക്കറേഷൻസും ഇല്ല. എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മാത്രമല്ല, ഞാൻ ഹാൻഡ് ബൊക്കെ 2 ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇട്ട് തരാം. ഇപ്പം നമ്മുടെ കാറിൻ്റെ കറക്റ്റ് ഷാർപ്പ് 10 മണിയായപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ കാറിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലത്തെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ വീടുകളുടെ ആവശ്യത്തിനോ നിങ്ങളുടെ കല്യാണത്തിനോ അല്ല എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ചെറിയ ബൊക്കെയൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഏരിയയിലൊക്കെ ആണെങ്കിൽ അഫോർഡബിൾ പ്രൈസിൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചൊരു വെള്ളമൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കണ്ടായോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.